ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതും ഒരു അഡ്വാൻസ്ഡ് ടെൻസ് ആണ്. എപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. അതായത് പാസ്റ്റിൽ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്ത അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമല്ലേ. ഇവിടെ ടൈം ലൈനിൽ കാണുന്നത് പോലെ ഒരു പാസ്റ്റിലെ ഒരു പോയിൻ്റ് തൊട്ട് മറ്റൊരു പോയിൻ്റ് വരെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്, ഒന്നിലധികം കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഉദാഹരണം നോക്കാം. ഇവിടുത്തെ പോയിൻ്റ് തന്നതുപോലെ തന്നെ അത് പാസ്റ്റിലെ ഒരു പോയിൻ്റ് മുതൽ മറ്റൊരു പോയിൻ്റ് വരെ, അതായത് ഇന്ന പോയിൻ്റ് മുതൽ ഇന്ന പോയിൻ്റ് വരെ ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ ദുബായ്. പാസ്റ്റിലെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ദുബായിലായിരുന്നു താമസിച്ചിരുന്നത്. ഓക്കെ, ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ ദുബായ്. മറ്റൊരു ഉദാഹരണം, ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ ദുബായ് ബിഫോർ ഐ മൂവ്ഡ് ടു ഇന്ത്യ. ഇവിടെ ഐ മൂവ് ടു ഇന്ത്യ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അതായത് പാസ്റ്റിൽ നടന്നൊരു സംഭവമാണ്. അതിൻ്റെ മുമ്പേ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് എന്ത്, ഞാൻ ദുബായിൽ താമസിച്ചിരുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്നും പറയാം, പാസ്റ്റിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കുന്നത് വരെ നടന്നുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം പറയാനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാമെന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിളാണ്. അതായത് പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ് ബീന്. സബ്ജക്റ്റ് ഏതായാലും വിഷയമല്ല, ഐ യു വി ദേ വി ഈ ഷീ ഇറ്റ് ഇനി പ്ലൂരലായ സബ്ജക്റ്റുകളാണെങ്കിലൊന്നും വിഷയമല്ല. ഹെൽപ്പിംഗ് വേർബ് ഹാഡ് ബീൻ ആണ്. ഓക്കെ, ഐ ഹാഡ് ബീൻ, വേർബ് ING കൂട്ടിയാണ് വരിക, കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ING കാണുമെന്നാണ്. വെബിൻ്റെ കൂടെ ING കാണും. സോ വേർബ് പ്ലസ് ING. ഉദാഹരണം, ഐ ഹാഡ് ബീൻ വാക്കിംഗ്, ഐ ഹാഡ് ബീൻ ലേണിംഗ്, യു ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. ഓക്കെ, സബ്ജക്റ്റ് ഹാഡ് ബീന്, വേർബ് പ്ലസ് ING. അതാണ് സ്ട്രക്ചർ. ഇനി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതെന്ന് കുറച്ച് എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. യൂസേജ് വളരെ അധികം ഒന്നും പറയാനില്ല. ഇതന്നെയാണ് യൂസേജ്, എന്ത്, പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് എക്സാമ്പിളിലൂടെ കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ, വി ഹാഡ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ഒരു സംഭവം നടക്കുന്നതിൻ്റെ മുമ്പേ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. ഓക്കെ, അത് പറയാനാണ് ഇവിടെ ഉപയോഗിച്ചത്. വി ഹാഡ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ, അതാണ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളത്. വി സബ്ജക്റ്റ്, ഹാഡ് ബീൻ ഹെൽപ്പിംഗ് വേർബ്, പ്ലേയിങ് വേർബ് പ്ലസ് ING. ഓക്കെ, വി ഹാഡ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. മഴ പെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദേ ഹാഡ് ബീൻ വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്റ്റ് ഫോർ 6 months. ദേ ഹാഡ് ബീൻ വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്റ്റ് ഫോർ 6 months. അവർ ആ പ്രോജക്റ്റിന് 6 മാസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഓക്കെ, ഇതും പാസ്റ്റിലാണ്. ഈ 6 months പ്രസൻറ്റ് പെടില്ല കേട്ടോ. പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. പാസ്റ്റിൽ എപ്പോഴോ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഇനി വി ഹാഡ് ബീൻ ഗോയിങ് ടു ദ ജിം റെഗുലർലി. അതായത് പാസ്റ്റിൽ വ്യത്യസ്ത സമയത്ത് റൂട്ടീനായിട്ട് നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങൾ. ഓക്കെ, അതും പാസ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അല്ല, പാസ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ട്, പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്നതാണ്. വി സബ്ജക്റ്റ്, ഹാഡ് ബീൻ ഹെൽപ്പിംഗ് വേർബ്, ഗോയിങ് ഗോ എന്ന വേർബിൻ്റെ കൂടെ ING ഗോയിങ്. ഓക്കെ, വി ഹാഡ് ബീൻ ഗോയിങ് ടു ദ ജിം റെഗുലർലി. അടുത്ത്, ഷീ വാസ് ടയേർഡ് ബിക്കോസ് ഷീ ഹാഡ് ബീൻ studying all night. She was tired because she had been studying all night. അവൾ ക്ഷീണിതയായിരുന്നു കാരണം അവൾ രാത്രി മുഴുവൻ പഠനത്തിലായിരുന്നു. ഓക്കെ, ഇവിടെ ഷീ വാസ് ടയേർഡ് എന്നുള്ളതും പാസ്റ്റിലാണ്. അതായത് പാസ്റ്റിൽ എപ്പോഴോ അവൾ ടയേർഡായിരുന്നു. അതിന് കാരണം എന്താ, അവൾ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു. അതും എന്താണ്, പാസ്റ്റ് തന്നെയാണ്. ഓക്കെ, പ്രസൻറ്റിലേക്ക് എത്തിയിട്ടില്ല, പാസ്റ്റിൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു കോസായിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒരു കാര്യം നടന്നതിൻ്റെ കാരണമായിട്ട്. ഓക്കെ, ആ നടന്ന കാര്യവും പാസ്റ്റാണോ, അതിൻ്റെ കാരണവും പാസ്റ്റാണ്. ഓക്കെ, ആ കാരണം നടന്നുകൊണ്ടിരുന്ന ഒരു കാരണമാണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. ഷീ വാസ് ടയേർഡ്, അവൾ ടയേർഡായിരുന്നു കാരണം അവൾ രാത്രി മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് രീതികൾ. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഓക്കെ,
ഇനി മറ്റൊരു കാര്യം, കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് കേട്ടാൽ മനസ്സിലാക്കേണ്ടത് അവിടെ സ്റ്റാറ്റീവ് വെർബ്സിൻ്റെ കൂടെ ഉപയോഗിക്കില്ല എന്നാണ്. സ്റ്റാറ്റീവ് വെർബ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. സ്റ്റാറ്റീവ് വെർബ്സിൻ്റെ കൂടെ ING കൂട്ടാൻ പറ്റില്ല. സോ കണ്ടിന്യൂസ് ടെൻസിലാണ് ING വേണം. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അഫർമേറ്റീവ്, നെഗറ്റീവ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നോക്കാം. അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ് ഇതുവരെ പറഞ്ഞതൊക്കെ. സിമ്പിളാണ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ് ബീൻ, പിന്നെ വേർബ് പ്ലസ് ING. ഉദാഹരണം, ഐ ഹാഡ് ബീൻ വർക്കിംഗ്, യു ഹാഡ് ബീൻ വർക്കിംഗ്, ഷീ ഹാഡ് ബീൻ വർക്കിംഗ്, എക്സെട്ര. ഓക്കെ, ഇനി അതിനെ നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ നോട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ്, അതിന് ശേഷം നോട്ട്, അതിന് ശേഷമാണ് ബീൻ. ഓക്കെ, ഐ ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ്, വേർബ് പ്ലസ് ING. ഹാഡ് പ്ലസ് നോട്ടിന് ഹാഡിൻ്റ് എന്ന് പറയാം. സോ ഐ ഹാഡിൻറ്റ് ബീൻ വർക്കിംഗ്. ഓക്കെ, ശ്രദ്ധിക്കണം, മാറിപ്പോയത് ഹാഡ് ബീൻ നോട്ട് അല്ല, ഹാഡ് നോട്ട് ബീൻ ആണ്. ഓക്കെ, ഐ ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ്. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ നമുക്കറിയാം, ഹെൽപ്പിംഗ് വെർബിനെ മുമ്പോട്ട് വെച്ചാൽ മതി, തുടക്കത്തിൽ വെച്ചാൽ മതി. ഇവിടെയും ശ്രദ്ധിക്കണം, ഹാഡ് ബീനെ ഒന്നിച്ചെടുത്ത് വെക്കില്ല, ഹാഡിനെ മാത്രമേ വെക്കുള്ളൂ. ഹാഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ബീന്. ഓക്കെ, ഹാഡ് ഐ ബീൻ വർക്കിംഗ്, വർക്ക് പ്ലസ് ING വർക്കിംഗ്. ഹാഡ് ഐ ബീൻ വർക്കിംഗ്. ശ്രദ്ധിക്കുക, ഹാഡ് ബീൻ ഐ വർക്കിംഗ് അല്ല, ഹാഡ് ഐ ബീൻ വർക്കിംഗ്. ഹാഡ് സബ്ജക്റ്റ് പിന്നെ ബീന്. ഓക്കെ, ഹാഡ് യു ബീൻ വർക്കിംഗ്, ഹാഡ് ദേ ബീൻ വർക്കിംഗ്, ഓക്കെ, എക്സെട്ര. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യണമെങ്കിലോ സെൻറ്റൻസിൽ ഏറ്റവും തുടക്കത്തിൽ വെച്ചാൽ മതി. ഉദാഹരണത്തിന്, വേർ ഹാഡ് ഐ ബീൻ വർക്കിംഗ്, അല്ലെങ്കിൽ ഹൗ ലോങ് ഹാഡ് ഐ ബീൻ വർക്കിംഗ്. ഓക്കെ, ഇങ്ങനെ വേർ, ഹൗ ലോങ്, വെന്ന്, വൈ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡ് എടുത്തിട്ട് എന്താക്കാം, നമുക്ക് സെൻറ്റൻസിൻ്റെ ആദ്യം വെച്ചാൽ മതി ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അഫർമേറ്റീവ്, നെഗറ്റീവ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഐ ഡാഷ് ഓഫ് ഓർഡറിങ് ബിരിയാണി, ബ്രാക്കറ്റ് തിങ്ക്. അപ്പോൾ എങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കുക? ഐ സബ്ജക്റ്റാണ്. ഇനി നമുക്ക് എന്താ വേണ്ടി? ഹെൽപ്പിംഗ് വേർബ് വേണം. ഹെൽപ്പിംഗ് വേർബ് ഏതാ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഹെൽപ്പിംഗ് വേർബ് ഏതാ? ഹാഡാണ്, ഹാഡ് ബീൻ ആണ്. സോ ഐ ഹാഡ് ബീൻ. തിങ്ക് ആണ് ബ്രാക്കറ്റിലുള്ളത്. തിങ്ക് എന്ന വെർബിന് ING കൂട്ടിയാൽ തിങ്കിങ് ആയി. ഐ ഹാഡ് ബീൻ തിങ്കിങ് ഓഫ് ഓർഡറിങ് ബിരിയാണി. അടുത്ത് നോക്കാം, ദേ ഡാഷ് ഫോർ ദ കീ, ബ്രാക്കറ്റ് ലുക്ക്. ഓക്കെ, ദേ സബ്ജക്റ്റ്, നമുക്ക് വേണ്ടത് ഹാഡ് ബീൻ ആണ്. ലുക്കിൻ്റെ ING കൂട്ടുമ്പോൾ ലുക്കിംഗ് ഫോർ ദ കീ. സോ ദേ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ ദ കീ. ഇനി ഇത് നെഗറ്റീവ് ആക്കുകയാണ് എന്ത് ചെയ്താൽ മതി? ഹാഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. ദേ ഹാഡ് നോട്ട് ബീൻ ലുക്കിംഗ് ഫോർ ദ കീ. ഇൻറ്ററോഗേറ്റീവ് ആക്കുകയാണെങ്കിലോ ഹാഡിൻ്റെ അടുത്ത് മുമ്പിൽ വെക്കുക, ഹാഡ് ദേ ബീൻ ലുക്കിംഗ് ഫോർ ദ കീ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, സാബിത്ത് ഡാഷ് പ്രിപ്പയർ, ബ്രാക്കറ്റിൽ ഫോർ ഹിസ് എക്സാം. എന്താ ചെയ്യുക? സാബിത്ത് സബ്ജക്റ്റ്, ഹാഡ് ബീൻ ഹെൽപ്പിംഗ് വേർബ്, പ്രിപ്പയറിൻ്റെ വേർബ് പ്ലസ് ING എന്താ? പ്രിപ്പയറിങ്. സോ സാബിത്ത് ഹാഡ് ബീൻ പ്രിപ്പയറിങ് ഫോർ ഹിസ് എക്സാം. ഓക്കെ, നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ സാബിത്ത് ഹാഡ് നോട്ട് ബീൻ പ്രിപ്പയറിങ് ഫോർ ഹിസ് എക്സാം. ഇൻറ്ററോഗേറ്റീവ് ആക്കുകയാണെങ്കിൽ എന്താക്കണം? ഹാഡ് എടുത്ത് മുമ്പിലിടണം. ഹാഡ് സാബിത്ത് ബീൻ പ്രിപ്പയറിങ് ഫോർ ഹിസ് എക്സാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നാൽ ലാസ്റ്റായിട്ട് ഒരു ഉദാഹരണം കൂടി പറയാം. ദേ ഹാഡ് ബീൻ ലേണിംഗ്, അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ സബ്ജക്റ്റ്, ഹാഡ് ബീൻ ഹെൽപ്പിംഗ് വേർബ്, ലേണിംഗ് ലേർഡ് പ്ലസ് ING. ഓക്കെ, ദേ ഹാഡ് ബീൻ ലേണിംഗ്. നെഗറ്റീവ് ആക്കുമ്പോൾ നോട്ട് ആഡ് ചെയ്യണം. ദേ ഹാഡ് നോട്ട് ബീൻ ലേണിംഗ്. ഇൻറ്ററോഗേറ്റീവ് ആക്കുമ്പോൾ ഹാഡിന് മുമ്പ് കൊണ്ടുവരണം. ഹാഡ് ദേ ബീൻ ലേണിംഗ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഹാഡിന് മുമ്പേ ആണ് ചെയ്യേണ്ടത്. ഉദാഹരണം, വേർ ഹാഡ് ഐ, വേർ ഹാഡ് ദേ ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഒന്നുകൂടിയും, ദേ ഹാഡ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്, ദേ ഹാഡിൻ ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്, ഹാഡ് ദേ ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്, വേർ ഹാഡ് ദേ ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഇങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ അഫർമേറ്റീവ്, നെഗറ്റീവ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ഫൈസ് ഔട്ട്.